അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു ഫെല്ലാം മൈ വേൾഡ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി സ്നാക്ക് റെസിപ്പിയാണ്, ക്രീമി ചിക്കൻ റോള്. അപ്പോൾ ഇത് മുന്നത്തെ ലാസ്റ്റത്തെ വീഡിയോയിൽ ഒരു ചിക്കൻ റോളിൻ്റെ റെസിപ്പി കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലത്തെ അത് ഞാനൊരു പാൻ കേക്ക് സ്റ്റൈലിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പാൻ കേക്ക് സ്റ്റൈലിൽ ഉണ്ടാക്കിയെടുക്കുക, അല്ലെങ്കിൽ ബ്രെഡ് വെച്ചിട്ട് റോളാക്കി എടുക്കുകയും ചെയ്യാം. ഏറ്റവും അടിപൊളിയാവുക പാൻ കേക്ക് സ്റ്റൈലിലാണ് കേട്ടോ. ബ്രെഡ് ആവുമ്പോൾ കുറച്ച് എണ്ണ കുടിക്കുന്ന ആ ഒരു ടൈപ്പാവും. അപ്പം നമുക്ക് ആദ്യം ഒരു പാന് വെക്കാം. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം 2 സവാള ചെറുതാക്കി അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതൊന്ന് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ചെറുതാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, പിന്നെ നമ്മൾ ഷ്രെഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ, പിന്നെ 1 ടീസ്പൂണ് പെപ്പർ പൗഡർ. നമ്മൾ എരിവിന് ചില്ലി പൗഡർ ഒന്നും ചേർക്കുന്നില്ല, അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ സോയാ സോസും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ക്രീം റെഡിയാക്കി എടുക്കണം. അപ്പം ഞാനിവിടെ 2 ടേബിൾ സ്പൂണ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 1/4 കപ്പ് പാലും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ആക്കുക, കട്ടയില്ലാതെ ഒന്ന് ഇളക്കിയെടുക്കുക. ഇനി ഇത് സ്റ്റവിൽ വെച്ചിട്ട് നന്നായിട്ട് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കുറുക്കിയെടുക്കണം. വല്ലാണ്ട് കട്ട കുറുകുകയാണെങ്കിൽ അത് നമ്മൾ നോക്കിയിട്ട് പാലൊഴിച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് കുറച്ച് കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് പാൽ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ഒരു ക്രീമി കൺസിസ്റ്റൻസി ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ ക്രീം നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ മസാലയിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കുക. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മലയാളമൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ മൈദ, ഒരു മുട്ട, ഉപ്പ്, വെള്ളം കൂടി അടിച്ചെടുത്ത ബാറ്ററാണ്. അപ്പോൾ ഇത് ഒരു ചെറിയ പാൻ കേക്ക് പോലെ ചുട്ടെടുക്കുക. അപ്പോൾ ഇതേ ഞാനിവിടെ ഒരു പാൻ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ മസാല വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കത് റോളാക്കി എടുക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാം റോളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഓരോ റോളും പാലിലോ അല്ലെങ്കിൽ എഗ്ഗിലോ ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് റോളാക്കി എടുക്കുക. ഞാനിവിടെ പാലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എഗ്ഗ് ഏറ്റവും എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ എല്ലാ ചിക്കൻ റോളും ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. പിന്നെ നമ്മൾ ക്രീം ഉണ്ടാക്കുന്ന ആ ടൈമിൽ നിങ്ങൾക്ക് ചീസ് വേണമെങ്കിൽ ചീസ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ക്രീമി ചിക്കൻ റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഈ റെസിപ്പി എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക, അടിപൊളിയാണ്. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും ഇതുപോലത്തെ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ആൻഡ് ടേക്ക് കെയർ.